ഹലോ കൂട്ടുകാർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു മിനി വാട്ടർ പമ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കതിന് ഇതുപോലെ ഒരു അടപ്പ് വേണം. അതിൻ്റെ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി മൾട്ടിവുഡിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററായിട്ടൊന്ന് തുളയ്ക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് തുളയ്ക്കണം. നമുക്ക് അതിനൊരു ആക്സലർ എടുത്തിട്ട് ഇതുപോലെ രണ്ട് കോണായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇട്ടൊന്ന് തുളച്ചിട്ട് നമുക്ക് ആ അടപ്പിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്കത് അടപ്പിൻ്റെ വശം കൊണ്ട് തുളയ്ക്കാൻ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മോട്ടർ ഉണ്ട്. ഈ മോട്ടർ എടുത്തിട്ട് നമുക്ക് ഇത് തുളച്ച് അതിൻ്റെ അകത്തിട്ട് വെക്കണം. അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾ ഇടണം. ആ മോട്ടറിൻ്റെ സൈഡ് കയറാൻ വേണ്ടിയുള്ള. അപ്പോൾ അതിന് സെൻറ്ററായിട്ട് ഹോൾഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ മോട്ടർ വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ ത്രെഡ് പോലെ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് മായ്ച്ച് കളയണം. മായ്ച്ച് കളഞ്ഞെങ്കിലേ ഉള്ളൂ അത് നമുക്ക് അതിൻ്റെ വീല് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ വിത്തിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് വെക്കണം. നമുക്ക് അതിന് ഫ്ലസ് കിക്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെക്കുമ്പോൾ ലീക്ക് വരാതെ നോക്കണം. ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഫോഴ്സ് ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്ലൂ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടോ അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കട്ടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആ അടപ്പിൻ്റെ ആ വശം അനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ വെക്കണം. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇതിൻ്റെ ഹോൾ ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വെളിയിലേക്ക് തള്ളാനുള്ളത്, അതായത് വെള്ളം വെളിയിലോട്ട് തള്ളി വരാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ് അത്. അവിടെ നമുക്ക് ഇതുപോലെ ഒരു പൈപ്പ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കത് ഒരു പശ വെച്ച് നല്ലവണ്ണം ടൈറ്റായിട്ടും അതും എയർ തള്ളാതെ തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കണം. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മളതും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടി ഇതുപോലെ ലീഫ് പോലെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമാണ്. ഈ അടപ്പിൻ്റെ തന്നെ ഒരു സൈഡ് കിട്ടിയാണ്. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് പശ വെച്ചൊന്ന് ഒട്ടിക്കണം. പ്ലസ് കിക്ക് വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലീഫാണ്, പ്രൊപ്പല്ലറാണ്, വെള്ളം അടിച്ച് കയറാൻ വേണ്ടിയുള്ള. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തുളച്ചിരിക്കുന്ന പീസില്ലേ മൾട്ടിവുഡിൻ്റെ ഭാഗത്തിൽ സെൻറ്ററിലിട്ട് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പ് കൊണ്ട് കൊടുത്ത് ലെവലാക്കി വെക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പ്രൊപ്പല്ലർ ഇനി നമുക്ക് ഭാഗത്തിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ മോട്ടർ DC-യിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. ഞാനത് DC-യിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ കറങ്ങുന്നുണ്ട്, വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അതും ലീക്ക് വരാതെ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ലീക്ക് വന്നു കഴിഞ്ഞാൽ ഫോഴ്സ് കുറഞ്ഞു പോകും. പീസ് വെക്കണം. ഇത് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡറില്ലേ, ഹോൾഡറിൻ്റെ ആ സൈഡിലത്തെ ഇതാണ്. ഇത് നമുക്ക് ചുമ്മാ വെള്ളം വീണ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചുമ്മാ നിന്ന് ഒട്ടിച്ച് വെക്കാം. അത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു പലകെടുക്കണം. അത് പ്ലൈവുഡിൻ്റെ ഒരു പീസാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കത് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ സൈഡിലാണ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കളർ കൊടുക്കുകയാണ്. ചെറിയൊരു പെയിൻറ്റിങ് കളർ കൊടുക്കുകയാണ്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കളറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുത്ത് വെള്ളം വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചെറിയൊരു പമ്പ് ചെയ്ത് കൊടുക്കണം വെള്ളം, എങ്കിലുള്ള വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും ഫോഴ്സ് കുറവാണ്. എന്നാലും ഇപ്പോൾ എയറിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെയാണ് ചെറിയ ഫോഴ്സ് ഇങ്ങനെ കുറഞ്ഞ് കാണിക്കുന്നത്. എന്തായാലും നല്ലോണം വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ കൊടുത്തിരിക്കുന്ന 3 വോൾട്ടിൻ്റെ DC കറണ്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കണം ചിലപ്പം ഫോഴ്സ് കുറവായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ കൊടുത്തുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.